നഗരത്തിൽ എന്ന് വേണ്ട നഗരത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഒക്കെ മലയോര മേഖലയിലൊക്കെ ശക്തമായ മഴയുണ്ട്. കഠിനമായ വെള്ളക്കെട്ടും പല സ്ഥലങ്ങളിൽ രൂപപ്പെട്ട പശ്ചാത്തലം ചേർത്ത് വായിക്കണം. എം ജി മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകണം. അവിടെ ശശിനാരായണനുണ്ട്. ശശിനാരായണൻ, പത്തനംതിട്ടയിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നാണ് മഴ കാര്യമായി ഉള്ളതെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയും ഈ അപകടങ്ങളും ഒക്കെ സംഭവിച്ച ഇന്നലെ അവിടെ ഒരു പള്ളിയുടെ സെമിത്തേരിയിൽ നിന്ന് മൃതദേഹമൊക്കെ ഒഴുകിപ്പോയതും വലിയ വാർത്തയായിരുന്നു. ഇന്നും മഴയ്ക്കൊട്ടും ശമനമില്ലാത്ത സാഹചര്യമാണോ അവിടെ? രഞ്ജിത്തെ, രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജില്ലയുടെ എല്ലാ സ്ഥലത്തും പരക്കെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ മഴയുടെ ശക്തിക്ക് അല്പം കുറവുണ്ട്. ചാറ്റൽ മഴയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. പക്ഷേ വനമേഖലകളിൽ ശക്തമായ രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നുള്ള വിവരം നമ്മൾ ഉദ്യോഗസ്ഥന്മാർ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ ശക്തമായ മഴ തന്നെ തുടരുകയാണ്. റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകരുതലും ജാഗ്രതയും തുടരുകയാണ്. ഇന്നലെ മുതൽ ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒരു മുന്നറിയിപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലത്തും ക്യാമ്പുകൾ 44ഓളം ക്യാമ്പുകൾ ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ ക്യാമ്പിലേക്കൊന്നും ആളെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. നദിയിലെ ജലനിരപ്പും കാര്യമായ രീതിയിൽ ഉയർന്നിട്ടില്ല. ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ പ്രദേശങ്ങളിൽ ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ടില്ല. പക്ഷേ ഇത്തരം മലയോര മേഖലയാണ്. സ്വാഭാവികമായും മഴ വരും മണിക്കൂറുകളിൽ ശക്തമാകും എന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടിയുണ്ട്. എന്തായാലും ആ സമയങ്ങളിൽ അത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കോന്നി, റാന്നി, അതുപോലെ തന്നെ തിരുവല്ല തുടങ്ങിയ മേഖലകളിലാണ് ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുള്ളത്. ആ ക്യാമ്പുകളിലേക്ക് ആളുകളെ പെട്ടെന്ന് മാറ്റാനുള്ള സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ശക്തമായ മഴയാണ് മലയോര മേഖലകളിൽ അനുഭവപ്പെടുന്നത്. നഗരപ്രദേശങ്ങളിലൊക്കെ ചാറ്റൽ മഴയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നേരിയ തോതിൽ മഴയുടെ ഒരു ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും മഴ രാത്രി മുതൽ ലഭിക്കുന്നുണ്ട്. നദികളുടെ ജലനിരപ്പും കാര്യമായ രീതിയിൽ ഉയർന്നിട്ടില്ല. സാധാരണ രീതിയിൽ തന്നെയാണ് നദികളുടെ ജലനിരപ്പുള്ളത്. മറ്റ് മരമുടിഞ്ഞു വീഴുക, വൈദ്യുതി തടസ്സം, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ഉള്ളത്. ഗവി അടക്കമുള്ള മേഖലകളിലേക്ക് വിനോദസഞ്ചാര മേഖല ഇന്നലെ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സഞ്ചാരികൾ പോകുന്ന വനമേഖലയാണ്. 100 കിലോമീറ്ററോളം വനത്തിനുള്ളിലാണ് ഗവിയൊക്കെ ഉള്ളത്. ആ പ്രദേശങ്ങളിൽ പോയാൽ ഒരു പക്ഷേ മരം ഒടിഞ്ഞു വീഴുകയോ മറ്റ് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങൾ കൊണ്ട് ഗവിയിലേക്കുള്ള യാത്രാ നിരോധനം ഇപ്പോഴും തുടരുകയാണ്. കുട്ടവഞ്ചി സവാരി കേന്ദ്രം അടച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മഴ ഇന്നലത്തെ കൂട്ട് തന്നെ ഇപ്പോഴും തുടർച്ചയായി പെയ്യുന്നുണ്ട്. പക്ഷേ മഴയ്ക്ക് അല്പം ശക്തി കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. തുടർച്ചയായി രാത്രി മഴ തുടരുകയാണ് പത്തനംതിട്ടയിലും.